ഒന്നാമത്തെ മെത്തേഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. Under this method, the head office prepare a branch account for each branch to ascertain profit or loss made by each branch. Branch account is a nominal account. Head office may send goods to branch either at the cost price or at the selling price. ഇവിടെ ആദ്യത്തെ മെത്തേഡിന് ഓരോ ബ്രാഞ്ചിന്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കാനായിക്കൊണ്ട് പ്രത്യേകം ബ്രാഞ്ച് അക്കൗണ്ടുകൾ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. കാരണം ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട് ആണ്. ഇനി ഇവിടെ രണ്ട് മെത്തേഡ് രീതിയാണ് പറഞ്ഞത്. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ഗുഡ്സ് അയക്കുന്ന ഏത് രീതിയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് മെത്തേഡായി തരംതിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഒന്നാമത്തത്, രണ്ടാമത്തത് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. അതിലൊന്നാമത്തത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്. കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ എന്താ പറയുന്നത്? Under this method, goods are sent to the branch at cost to the head office. At cost. At cost. Here, cost price means purchase price plus expense on purchase. ഇവിടെ പറയുന്നത് ചരക്കുകള് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചു കൊടുക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ചരക്കുകൾ വാങ്ങിയ വില, അതിനോടുകൂടി ചരക്കുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വല്ല ചെലവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് യഥാർത്ഥ വിലയിൽ തന്നെയാണ് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എഴുതുന്ന ജേണൽ എൻട്രീസ് ആണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷത്തെ അസറ്റ്, ലയബിലിറ്റി ഇവ പുതിയ ബുക്കിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് ആദ്യത്തെ എൻട്രി ഇതാണ്: ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം എല്ലാ അസറ്റും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. രണ്ടാമത്തത് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ്. അതിനായിട്ട് നമ്മൾ എഴുതുന്ന ജേണൽ ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ലയബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്തു. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റിൽ അസറ്റ്, ക്രെഡിറ്റിൽ ലയബിലിറ്റി. ഇനി ട്രാൻസാക്ഷൻ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതിന് ജേണൽ പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഗുഡ്സ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി എഴുതിയാൽ മതി. എൻട്രി ഇതാണ്: ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അടുത്തത് വെൻ ഹെഡ് ഓഫീസ് മീറ്റ് ബ്രാഞ്ച് എക്സ്പെൻസസ്. നമ്മൾ പറഞ്ഞു ബ്രാഞ്ച് എക്സ്പെൻസിനുള്ള പണം, ഏത് എക്സ്പെൻസ് ആയാലും അത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട്. അടുത്തത് ബ്രാഞ്ചിൽ ഓരോ ദിവസത്തെ കളക്ഷനും നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അങ്ങനെ ബ്രാഞ്ചിൽ നിന്ന് കളക്ഷൻ ഹെഡ് ഓഫീസിൽ ലഭിക്കുമ്പോൾ ഹെഡ് ഓഫീസിൽ എഴുതുന്ന എൻട്രി ഇതാണ് പറഞ്ഞത്: വെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്, എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അടുത്തത്
ടു അപ്പോൾ ട്രാൻസാക്ഷൻസ് ഇത് കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ. ആകെ 4 ട്രാൻസാക്ഷനേ ഉള്ളൂ. ഒന്ന് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, 2 ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, then expenses met by head office, cash received from branch. ഇത്രയും ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് എഴുതിയ പോലെ തന്നെ അസറ്റിന്റെ ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. അപ്പോൾ ഇവിടെ ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ജേണൽ ഇതാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ലെറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ, ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അസറ്റ് എല്ലാ അസറ്റും അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ഭാഗത്ത് വരും. അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യാനുള്ള ജേണൽ ആണ്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ്. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ലയബിലിറ്റീസ് രേഖപ്പെടുത്തുകയാണ്. അടുത്തത് അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയാണ്. ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആൻസർ കിട്ടും. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കറിയാം ക്രെഡിറ്റിൽ കൂടുതലും ഡെബിറ്റ് കുറവാണ്, അതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. അതിന് അഥവാ ലോസ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ജേണലിയാണ് എഴുതേണ്ടത്. എൻട്രി നമ്മളവിടെ കൊടുക്കേണ്ടത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് കൊടുക്കും. ഇനി അവസാനമായിട്ട് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. എൻട്രി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഈ എൻട്രി നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ട ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റിൽ എഴുതി. അതാ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. അടുത്തത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എഴുതിയിട്ടുണ്ട്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരുമ്പോൾ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇനി ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇനി ബ്രാഞ്ച് എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് കൊടുക്കുകയാണ്, അതിന് നമ്മൾ എഴുതുക ടു ബാങ്ക് എന്ന് എഴുതി. ഇനി ബ്രാഞ്ചിന്റെ കളക്ഷൻ ഹെഡ് ഓഫീസ് സ്വീകരിക്കുകയാണ്, ക്രെഡിറ്റിൽ ബൈ ബാങ്ക് എന്ന് എഴുതുക. കളക്ഷൻ 2 തരത്തിലാണ്, ഒന്ന് ക്യാഷ് സെയിൽസും മറ്റൊന്ന് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് രണ്ടായിട്ട് കാണിച്ചേക്കുക, ക്യാഷ് സെയിൽസ്, ഡെറ്റേഴ്സ് കാണിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്ലോസിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ചെയ്തപോലെ ക്രെഡിറ്റ് കൊടുക്കുക. അസറ്റ് ആകുമ്പോൾ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസറ്റ് എക്സെട്ര. ലയബിലിറ്റീസ് ഡെബിറ്റ് സൈഡ് കൊടുക്കുക. ടു ബാലൻസ് ക്യാരിഡ് ഡൗൺ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എക്സെട്ര. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ അറിയാലോ, ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡാണോ കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. വ്യത്യാസം ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കാം. ഇനി അഥവാ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ കിട്ടിയെങ്കിൽ വ്യത്യാസം ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ബ്രാഞ്ച് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്.